നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് ഇന്ദ്രൻ തിരിച്ചറിയുവാണ് പല്ലവി ആരാന്ന്. അപ്പൊ ഇത്രയും നാള് ഇന്ദ്രന്റെ വിചാരം പല്ലവി അവള് വെറും പെണ്ണല്ലേ, അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്തയൊക്കെയായിരുന്നു. ഒടുവില് ഇന്ദ്രൻ തിരിച്ചറിഞ്ഞു പെൺകരുത്ത് എന്താന്നുള്ളത്. അങ്ങനെ ഇന്ദ്രനെ എടുത്തിട്ട് ചവിട്ടി കൂട്ടുന്നുണ്ട് പല്ലവി. അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇന്നൊടുവിൽ നമ്മൾ കണ്ടു ഇന്ദ്രൻ പല്ലവിയെ ക്ലോറോഫോം അണപ്പിച്ച് ബോധം കെടുത്തി എടുത്തോണ്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് സേതുവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. സേതു പല്ലവിയെ കണ്ടില്ല. സേതു വന്ന് നോക്കും പല്ലവിയുടെ ഫോണും ക്യാപ്പും മാത്രം കിട്ടി. പല്ലവി പല്ലവി എന്ന് വിളിച്ചോണ്ട് അതിലൂടെയല്ല അലറി വിളിക്കുവാണ്. പക്ഷെ എവിടുന്ന് കാണാനായിട്ട് ഇന്ദ്രൻ പതുക്കെ പല്ലവിയെ കൊണ്ട് ഉൾക്കാടിനകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. കാരണം പല്ലവിക്ക് ബോധമില്ലാത്തോണ്ട് സേതു വിളിക്കുന്ന പോലും പല്ലവി അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും സേതുവിന് ടെൻഷനായി. ദൈവമേ, ഇനി ആരെങ്കിലും വന്നോ, നായാട്ടാരെങ്കിലും കൊണ്ടുപോയോ, വല്ല മൃഗങ്ങളെങ്ങാനും വന്നോ, ഒരാപത്തും വരുത്തല്ലേ എന്നൊരു ചിന്ത മാത്രം ഉണ്ടായിരുന്നുള്ളൂ. സേതു അതിലൂടെ എല്ലാം അലറി വിളിച്ച് നടക്കുവാണ്. അന്വേഷിക്കാവുന്നിടത്തല്ല അന്വേഷിച്ചു. പക്ഷെ പല്ലവിയെ കുറിച്ച് ഒരു വിവരം കിട്ടിയില്ല. മുമ്പ് ഒരു വെടി ശബ്ദം കേട്ടായിരുന്നു. ഒരു പക്ഷെ ഇനിയിപ്പോ വേറെ ഒരു ശത്രുക്കളാണോ അതോ ഇന്ദ്രനാന്നൊരു ചിന്തയൊന്നും മനസ്സിലില്ല. കാരണം അവൻ ഇങ്ങോട്ടേക്ക് വരുമോന്നൊന്നും പ്രതീക്ഷയില്ല. ഇനിയിപ്പോ ഇവിടെയുള്ള ആരെങ്കിലും ആണ് എന്നൊരു ചിന്തയായിരുന്നു. ആ സമയം ഇന്ദ്രൻ പല്ലവിയും കൊണ്ട് അങ്ങ് ദൂരേക്ക് അങ്ങോട്ട് കയറി പോവാണ്. കാരണം കുറെ ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേനും ഇന്ദ്രനെ തോള് കഴിച്ചു. പല്ലവി ബോധം കെട്ട് കിടക്കുമല്ലേ. അങ്ങനെ പല്ലവി ഒരു സ്ഥലത്ത് കൊണ്ടേ പതുക്കെ കിടത്തിയിട്ട് ഇന്ദ്രൻ അവിടെ ചേർന്ന് റെസ്റ്റ് ചെയ്തു. നീ ഇവിടെ കിടക്കടി, ഇപ്പോഴെങ്കിൽ നീ എഴുന്നേക്കാൻ പോകുന്നില്ല, നീ സാവധാനം എഴുതാൻ പറ്റാ മതി, എനിക്കൊരു ധൃതിയില്ല എന്ന് ഇന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ പറയാണ്. ആ സമയത്ത് പല്ലവി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. സേതുവേട്ടൻ തന്നെ അന്വേഷിച്ച് നടക്കുന്ന കാര്യമൊന്നും അറിയില്ല. അതേസമയം പൂർണിമയുടെ അടുത്തേക്ക് അച്ചു വന്നു. അച്ചു വന്നിട്ട് പറഞ്ഞു, പൂർണിമേ, എനിക്ക് എന്തൊക്കെയോ ഒരു ഭയം തോന്നണമെന്ന് പറയണ. എന്താ അച്ചു, നിനക്ക് എന്താ കുഴപ്പം? കുറെ സമയമായല്ലോ. അല്ല, ശ്രീഹരി പോയപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന. അല്ല, അത് പിന്നെ ഒരു കാര്യമുണ്ട്. എന്താ? അല്ല, ഈ ഇന്ദ്രൻ ഇവിടെ എങ്ങും ഇല്ലല്ലോ. ഇന്ദ്രനെ എങ്ങോട്ട് പോയെന്നറിയത്തില്ല. ഒരു മീറ്റിങ്ങിന് പോയെന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷേങ്കില് ഇന്ദ്രനെ വിളിച്ചിട്ട് ഋതുവാണ് കിട്ടുന്നുമില്ല. അപ്പൊ മീറ്റിങ്ങിന് പോയ സ്ഥലത്ത് റേഞ്ച് ഇല്ലാതെ വരുമോ? എനിക്കൊരു പേടിയുണ്ടമ്മേ. ഒരു പക്ഷെ ഇനി കൈതവനത്തിലേക്ക് എങ്ങാണോ ഇന്ദ്രൻ പോയെന്ന്. കൈതവനത്തിലേക്കോ? അവൻ എന്തിനാ അങ്ങോട്ടേക്ക് പോണേ? അല്ല, എനിക്ക് തോന്നേ സേതുവേണ്ണും പല്ലുവേച്ചും പോയത് ചിലപ്പോ അയാൾക്ക് സഹിച്ചിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ എന്തേലും അങ്ങോട്ട് ചെന്ന് അപകടപ്പെടുത്താൻ എന്തേലും ശ്രമിക്കുവോ? ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നേ. അങ്ങനെ ചെയ്യുമോ ഇന്ദ്രൻ? പറയാൻ പറ്റില്ല. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോ അയാൾ അതല്ല, ചിലപ്പോ അതിനേക്കാളും അപ്പുറം ചെയ്തെന്നിരിക്കും. എനിക്കൊരു ഭയം തോന്നുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ, നീ സേതുവിനെ പല്ലവിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്ക, അപ്പൊ കൃത്യമായിട്ട് അറിയാലോ എന്നൊക്കെ പറയാണ്. ആ സമയത്ത് ടെൻഷൻ അടിച്ചിട്ട് അച്ചു ഒടുവിൽ അവരുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുക. വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആകെപ്പാട് ടെൻഷനായി. ദൈവമേ, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയണ. അതെന്താ പോലും, അതെന്താന്ന് അറിയത്തില്ല. വിളിച്ചിട്ട് കിട്ടുന്നില്ല. ചിലപ്പോ അവര് വല്ല കാടിനകത്ത് റേഞ്ച് ഇല്ലാത്തടത്തായിരിക്കും. ടെൻഷൻ അടിക്കില്ലേ. ശ്രീഹരി പോയിട്ടുണ്ടല്ലോ. ശ്രീഹരി കൈതവനത്തിന്റെ അവിടേക്കാണ് പോയിരിക്കുന്നത്. അവിടെ ആ ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് ശ്രീഹരിക്ക് മീറ്റിങ്ങുകളും കാര്യങ്ങളും. അപ്പൊ അതിനുവേണ്ടി പോയിരിക്കുന്നത്. അപ്പൊ വൈകുന്നേരം ഉറപ്പായിട്ടും അവരെ കാണും. അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതേ സമയം സേതുവും പല്ലവിയും പോയിട്ട് വീട്ടിലേക്കൊന്നും വിളിക്കുക പോലും ചെയ്യാത്തോണ്ട് ശോഭ മൂന്നും മാഷിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അല്ല, പിള്ളേര് പോയിട്ട് ഇത്ര സമയമായില്ലേ, വിളിക്കുക പോലും ചെയ്തില്ലല്ലോ. ഇന്നലെ വൈകുന്നേരം വിളിച്ചിട്ട് വെച്ചാ, പക്ഷെ ഇതുവരായിട്ട് ഒരു വിവരമില്ല. മാഷൊന്ന് വിളിച്ചു നോക്കാൻ പറയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് പാറു പറഞ്ഞു, നല്ല കഥയായി. എന്റെ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? അവരിപ്പോ അടിച്ചു പൊളിച്ച് നടക്കുമായിരിക്കും. അതിനിടയ്ക്ക് നമ്മളെ വിളിക്കാനാണോ സമയം? അവർ എൻജോയ് ചെയ്യട്ടെ. അവര് കല്യാണം കഴിഞ്ഞ് അങ്ങനെ അധികം പോയിട്ടൊന്നുമില്ലോ. അപ്പോഴേക്കും ശോഭ പറഞ്ഞു, എനിക്കെന്തോ പേടി തോന്നുന്നുണ്ട്. മാഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ. അവിടെ അത്ര നല്ല സ്ഥലമൊന്നല്ല അല്ലെന്നല്ലേ മാഷ് പറഞ്ഞ. അല്ല, അത് പിന്നെ നായാട്ടിനൊക്കെ ആൾക്കാർ വരുന്ന, ഒരു പക്ഷെ അങ്ങനെയൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇത് കേട്ടപ്പം പാറ പറഞ്ഞു, അതൊക്കെ മുമ്പ്. പക്ഷെ ഇപ്പൊ അവർ സംരക്ഷിത മേഖലയല്ലേ, അതുകൊണ്ട് നായാട്ടിനൊന്നും ആരും വരത്തില്ല അച്ഛാ, നിങ്ങൾ ഇങ്ങനെ ഭയന്നാലോ എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. എന്നാലും ശോഭയ്ക്കും മൂന്ന് മാഷും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവിടേക്ക് പോയത് മുതല് ടെൻഷനാ, പോവണ്ടെന്നൊക്കെ പറഞ്ഞ. പക്ഷേങ്കില് അവർക്ക് രണ്ടുപേർക്കും പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇനിയിപ്പൊ അവരുടെ ആഗ്രഹത്തെ കണിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് കൂടുതലൊന്നും പിന്നെ പറയാതിരുന്നേ. അങ്ങനെ സമയം അങ്ങോട്ട് കടന്നു പോയിക്കൊണ്ടേയിരുന്നു. സേതുവിന് എന്ത് ചെയ്യണം,
എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. സേതുവാണെങ്കിൽ അലറി വിളിച്ച് ഇങ്ങനെ നടക്കുവാണ്. അങ്ങനെ കുറെ ദൂരം അങ്ങോട്ട് ചെന്നു. കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സേതുവിന് തോന്നി ഇവിടെ എവിടെയോ പല്ലവി ഉണ്ടെന്ന് തോന്നുവാണ്. അങ്ങനെ സേതു എന്ത് ചെയ്യുക, അവിടെ നിന്ന് ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴേക്കും എന്തൊക്കെയോ കാലനക്കങ്ങൾ കേട്ട പോലെ തോന്നി. അപ്പോഴേക്കും സേതു എന്ത് ചെയ്യുവാണ്, അങ്ങോട്ടേക്ക് ഓടുവാണ്. അപ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞു. സന്ധ്യ കഴിഞ്ഞ് സമയം നോക്കണം. അപ്പോഴേക്കും സേതു ഒരു ശബ്ദം കേട്ട് കാൽപെരുമാറ്റം പോലെ കേട്ടു. പെട്ടെന്ന് അങ്ങനെ കാൽപെരുമാറ്റം കേട്ട് സേതു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സേതുവിന്റെ മുഖം നോക്കി ഒരൊറ്റ ഇടിയായിരുന്നു. ഒരൊറ്റ ഇടിയിൽ തന്നെ സേതുവിന്റെ ബോധം പോയി. സേതു ആ മരച്ചോട്ടിലേക്ക് അവിടെ വീണ് കിടക്കുവാണ്. എന്താ സംഭവിച്ചെന്ന് ചിന്തിക്കാനുള്ള സമയം പോലും സേതുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അയാൾ ആരാ എന്താ എന്നിങ്ങനെയാന്ന് നമുക്കറിയത്തില്ല. അയാൾ എന്തിനാ കാട്ടിലേക്ക് വന്നെന്ന് പോലും അറിയത്തില്ല. ഇനി ഈ പറയുന്ന പോലെ നായാട്ടിന് വന്നാണോ? ഒരു പക്ഷേങ്കില് ആ കാട്ടില് വല്ല കൊള്ളസംഘത്തിലും പെട്ടവനാണെന്ന് അറിയത്തില്ല. സേതു ചിലപ്പോൾ ആ കാട്ടിലുണ്ടെങ്കിൽ അയാളുടെ വല്ല രഹസ്യങ്ങളും പുറത്തു വരുമെന്ന് ഓർത്തിട്ട് അയാള് സേതുവിനെ ഉപദ്രവിച്ചാണെന്നും പറയാൻ പറ്റില്ല. എന്താണെങ്കിലും സേതു അവിടെ ബോധം കെട്ട് വീഴുവാണ്. ഇതേ സമയത്ത് പല്ലവിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇന്ദ്രൻ ഇരിക്കുവാണ്. പല്ലവിക്ക് ബോധം വീണിട്ടില്ല. ഇനി ബോധം വീഴാനായിട്ട് ഇനിയും കുറെ സമയം പിടിക്കും. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ എന്ത് ചെയ്തു, തീയൊക്കെ കൂട്ടി തീയിട്ടിട്ട് അവിടെ പല്ലവിക്ക് കാത്തിരിക്കുവാണ്. പല്ലവിക്ക് വേണ്ടിയിട്ട് അവളവിടെ കിടക്കട്ടെ. സേതു ഇനിയിപ്പൊ എന്താണെങ്കിലും രാത്രിയിൽ ഞാൻ അന്വേഷിച്ച് വരാനൊന്നും പോകുന്നില്ല. അവനെ കാട്ടിൽ വന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അവനിപ്പം മിക്കവാറും പോയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവനെ വല്ല മൃഗങ്ങൾ എന്തെങ്കിലും കൂടെ പിടിച്ചു കാണും. താനിങ്ങനെ തീയൊക്കെ കൂട്ടിയിരിക്കുന്നുണ്ട്, മൃഗങ്ങളൊന്നും അടുത്തേക്ക് വരത്തില്ല. ആ ഒരു ചിന്തയായിരുന്നു ഇന്ദ്രന്റെ മനസ്സിൽ. അങ്ങനെ ഏകദേശം നേരം വെളുക്കാറൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്ക് പതുക്കെ ബോധം വീഴുവാണ്. പല്ലവി നോക്കിക്കഴിഞ്ഞപ്പോ അവിടെ ഇന്ദ്രൻ ഇരിക്കുന്നുണ്ട്. പല്ലവി കണ്ണടിച്ച് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നോക്കി. ആദ്യം പല്ലവിക്കൊന്നും മനസ്സിലായില്ല എന്താ സംഭവിച്ചെന്ന് പോലും. പെട്ടെന്നൊരു ബോധം കിട്ടിയില്ല. താൻ എവിടെയാ കിടക്കണേന്ന് പോലും മനസ്സിലായില്ല. അങ്ങനെ പതുക്കെ കണ്ണു തുറന്ന് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോഴാണ് ഇന്ദ്രൻ അവിടെ ഇരുന്ന് മയങ്ങുന്ന കണ്ടേ. കാരണം അത്ര സമയമായപ്പോഴത്തേനും ഇന്ദ്രന് ഉറക്കം വന്നായിരുന്നു. ഇന്ദ്രൻ അറിയാതൊന്നും മയങ്ങിപ്പോയ സമയത്താണ് പല്ലവി കണ്ണു തുറക്കുന്നത്. പല്ലവിക്ക് മനസ്സിലായി താൻ അകപ്പെട്ടിരിക്കുന്ന അപകടത്തെക്കുറിച്ച്, ചതിയെക്കുറിച്ച്. ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. ഇയാളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇനി താന് കഴുത്താർജിച്ചേ മതിയാവുള്ളൂ. അല്ലാതെ ഇരുന്നിട്ട് കാര്യമില്ല. പല്ലവി എന്ത് ചെയ്യണം, പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞപ്പോ ഇന്ദ്രന്റെ അടുത്ത് തോക്കിരിക്കുന്നുണ്ട്. ഒട്ടും മടിച്ചില്ല. പല്ലവി പെട്ടെന്ന് പോയി ആ തോക്ക് കൈക്കലാക്കിയിട്ട് നേരെ എന്ത് ചെയ്യണം, ഇന്ദ്രന്റെ നെറ്റിയിലേക്ക് കൊണ്ട് ചൂണ്ടി അങ്ങോട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഒരു സമയത്ത് ഇന്ദ്രൻ പെട്ടെന്ന് ഞെട്ടി കണ്ണു തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും തന്റെ നെറ്റിയില് പല്ലവി തോക്കിന്റെ മുന വെച്ചിരിക്കുന്നു. ഷൂട്ട് ചെയ്യാൻ തയ്യാറായിട്ട് അവള് നിൽക്കുവാണ്. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, വേണ്ട പല്ലവി, ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. സത്യം പറയടാ, എന്റെ സേതുവേടൻ എന്തിയെ? പല്ലവിക്ക് ടെൻഷൻ. സേതുവേടൻ ഇവൻ എന്തോ ചെയ്തു, എന്നിട്ടാണ് തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന എന്നൊരു ചിന്തയായിരുന്നു പല്ലവിയുടെ മനസ്സിലുണ്ടായിരുന്നേ. ഇന്ദ്രൻ പറഞ്ഞു, എനിക്കറിയില്ല. കള്ളത്തരം പറയണോ? സത്യം പറ. നീ എന്നെ ബോധം കെടുത്തി ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് നീ സേതുവേടനെ എന്ത് ചെയ്തിടാ? അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. പല്ലവിക്ക് ഭ്രാന്തായിപ്പോയി. തന്റെ സേതുവേടനെ എന്തോ ചെയ്തിട്ട് തന്നെ സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചു ഇവന്. ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോ പല്ലവിക്ക് അതുവരെ ഇല്ലാത്ത എനർജിയാണ് പല്ലവിയുടെ ശരീരത്തിലേക്ക് കയറുന്നത്. പല്ലവി പിന്നെ ഒട്ടും മടിച്ചില്ല. അവനെ ആ തോക്കും വെച്ചിട്ട് അവനെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ താഴേക്ക് വീണു. പെട്ടെന്ന് ഇന്ദ്രൻ ചാടി എഴുന്നേറ്റ് ആ തോക്കിട്ട് പിടുത്തു വിടുവാണ്. പക്ഷെ പല്ലവി ഒട്ടും മടിച്ചില്ല. ഷൂ ഇട്ട കാലുമായിട്ട് അവന്റെ നാഭിക്കിട്ട് ഒറ്റ തൊഴിയായിരുന്നു. അവനിങ്ങനെ ഇങ്ങനെ പൊത്തിക്കൊണ്ട് അവിടെ അങ്ങോട്ട് ഇരുന്നു. അവനൊന്നും മേലാത്ത അവസ്ഥയാ. നല്ല ഭാഗത്ത് നല്ല തൊഴി കിട്ടിയിട്ടുണ്ടെങ്കിൽ അനങ്ങാൻ പറ്റുക. ആ ഒറ്റ തൊഴി തന്നെ ഇന്ദ്രന്റെ സർവ്വ ജീവനും പോയതുപോലെ ഇന്ദ്രനെ പിടിച്ചു വയ്ക്കാൻ പറ്റാതെ പല്ലവിയുടെ അടുത്ത്. പിന്നെ പല്ലവി ഒന്നും നോക്കില്ല. പല്ലവി പെൺകരുത്തായിട്ട് മാറുമായിരുന്നു. പിന്നെയുള്ള കുറച്ച് നിമിഷങ്ങള് ഇന്ദ്രൻ എയറിലായിരുന്നു. അതുപോലെയായിരുന്നു പല്ലവിയുടെ പ്രകടനം. ഒടുവിൽ ഇന്ദ്രൻ എന്ത് ചെയ്യണു, ഇനി എന്നെ ഒന്നും ചെയ്യരുത് പല്ലവി എന്നും പറഞ്ഞിട്ട് ഓടുവാണ്. പല്ലവി വിടുവോ? കാരണം നേരം വെളുത്തോണ്ട് പല്ലവി ആ പിന്നാലെ പോയി. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ഇന്ദ്രൻ എന്ത് ചെയ്തു, ഒരു സ്ഥലത്തേക്ക് ഓടി. അപ്പൊ അവിടുന്ന് ഇന്ദ്രൻ വീണ് ഒരു കുഴിയിലേക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ്. അപ്പോഴേക്കും പല്ലവി അങ്ങോട്ടേക്ക് വന്നു. പല്ലവി നോക്കി കഴിഞ്ഞപ്പോഴത്തെ ഇന്ദ്രൻ അവിടുന്ന് പതുക്കെ കയറി വരുന്ന കാഴ്ച കാണുന്നേ. പല്ലവിക്ക് മനസ്സിലായി, ഇനി ഇവൻ വന്നിട്ടുണ്ടെങ്കിൽ തനിക്കിട്ട് ഇനിയും പണിതരും. തന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. തന്റെ പിന്നാലെ തന്നെ വരും. തന്റെ കയ്യില് ഗണ്ണല്ലേ ഇരിക്കുന്നേ. പല്ലവി ഒട്ടും മടിച്ചില്ല. അത് വെച്ച് ഷൂട്ട് ചെയ്തു. അവന്റെ കാലിട്ട് തന്നെ ഷൂട്ട് ചെയ്തു. കാരണം അവൻ എഴുന്നേറ്റ് വരില്ലേ. എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തന്റെ പിന്നാലെ വരും എന്നുള്ള ഉറപ്പായിരുന്നു. അവൻ അവിടെ തന്നെ കിടക്കണം എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഇന്ദ്രന്റെ നല്ല പണി തന്നെ കിട്ടുവാണ്. ഇന്ദ്രൻ അവിടെ വീണു. ഈ സമയത്ത് പല്ലവി സേതുവിനെ അന്വേഷിച്ചിറങ്ങുവാണ്. സേതുവിന് എന്തോ സംഭവിച്ചെന്ന് അറിയത്തില്ല. സേതുവേട്ടൻ കാട്ടിലാണോ അതോ പുറത്താണോ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലാതെ പല്ലവി ടെൻഷൻ അടിച്ച് നടക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം.
സേതുവിനെ മരത്തിന്റെ ചോട്ടിൽ നിന്ന് വലവയ്ക്ക് കിട്ടുമോ അതോ ഇനിയിപ്പോ ഇടിച്ച വേറൊരു ഗുണ്ട അയാൾ സേതുവിനെ പിടിച്ചോണ്ട് പോകുന്നൊന്നും അറിയത്തില്ല. അവസാനം അവര് തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. നാളെ രാവിലെ തന്നെ ഇതിന്റെ ഫുൾ വിശേഷമായിട്ട് വരാട്ടോ. അപ്പൊ ഇന്ന് വിശേഷങ്ങളൊക്കെ ഇടാൻ കുറച്ച് ലേറ്റ് ആയി. ഇവിടെ നെറ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ടാട്ടോ. അപ്പൊ നെറ്റ് ഇല്ലാതെ വന്നു കഴിയുമ്പോൾ നമുക്ക് വേറെ ചില മാർഗങ്ങളൊക്കെ സ്വീകരിക്കേണ്ടി വരും. റേഞ്ചും കുറവാണ് നമ്മൾ വീടിരിക്കുന്നിടത്ത്. അപ്പം റേഞ്ചുള്ള സ്ഥലത്തൊക്കെ പോയി വേണം നമ്മൾ പിന്നെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീഡിയോസ് ഒക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തത്. അപ്പൊ എന്തായാലും കൃത്യസമയത്ത് തന്നെ നാളെ മുതൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോടെ നിർത്തുന്നു.